നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയ ചുരിദാർ ഉമ്മാക്ക് ചെറുതായിട്ടൊരു ടൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റി റെഡി ആക്കാൻ പോകണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടോ. എനിക്ക് പനിയും ചുമയും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നോക്കി നിന്നാൽ ചിലപ്പോൾ അത് റിട്ടേൺ ചെയ്യാൻ പറ്റലുണ്ടാവില്ല. ഇവരെ ബില്ലിനൊക്കെ ഒരു ചെറിയ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒന്നും നോക്കാതെ ഒരു വൈകുന്നേരം ആയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പാൻ്റെ ഷർട്ടിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് എന്താ വെച്ചാൽ അരീക്കോട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഉമ്മാൻ്റെ കുർത്തി മാത്രം എടുത്ത് ബില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇതും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണോട്ടൊന്നും ഓട്ടോ ഇല്ല. ഏതായാലും ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടിയത് കേട്ടോ. അവിടുന്ന് പിന്നെ വളവ് തിരിഞ്ഞാൽ തന്നെ കസവ് കേന്ദ്രത്തിലാണ്, എന്നാലും നടക്കാൻ ചെറിയൊരു മടി. പിന്നെ അവിടെ ചെന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇമ്മാക്ക് പറ്റിയ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് കളർമേലൊക്കെ ഉള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ. ഇന്നാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ തുത്തൂനെ ഞാൻ വീഡിയോ കോൾ ചെയ്തില്ല. കാരണം അവൾ ബാംഗ്ലൂരാണ്. അവളവിടെ എന്താ പറയുക എല്ലാവരും ഇപ്പം കൂടി ആഘോഷിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഓളെ വെറുതെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി എനിക്കിഷ്ടപ്പെട്ടതായി ഒരു ചുരിദാർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഉമ്മാക്ക് പറ്റുമോന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് റിട്ടേൺ ചെയ്യാൻ പോകുമ്പോൾ ഉമ്മാക്ക് ഒരു നൈറ്റും കൂടി വാങ്ങുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അന്ന് കുളിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നൈറ്റ് എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. തിരിച്ചു പോകുമ്പോൾ നമുക്ക് നടന്ന് പോകാൻ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ഇട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നടന്ന് ഇങ്ങനെ പോണതുകൊണ്ട് കയ്യിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. ഇതാ ഞങ്ങൾ മമതയിൽ കയറിയിട്ട് 3 ഷവർമ്മ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ കൂടെ മമതൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം ഇതും ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് 3 കൂടി വാങ്ങി. പിന്നെ ആദ്യം വാങ്ങിയത് മീനാണ്. നല്ല ഫ്രഷ് മീൻ കണ്ടപ്പോൾ ഒരു 2-3 ഐറ്റംസ് വാങ്ങിയിട്ടോ. പിന്നെ മമതൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മൂത്തച്ഛൻ്റെതായ ഒരു കട ഉണ്ട്. അവിടെ കടല വറുത്തതും പിന്നെ ഉപ്പിലിട്ടതും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് കടല വറുത്തത്, അവിടുത്തെ കടല വറുത്തത് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എനിക്ക് വേറെ ഇവിടുന്ന് വാങ്ങുമ്പോൾ ആ ഒരു ടേസ്റ്റ് തോന്നാറില്ല. നല്ല കടല കേട്ടോ അവിടുത്തെ. അങ്ങനെ അതൊക്കെ വാങ്ങി കുറച്ചുകൊണ്ടാണ് പിന്നത്തെ നടത്തും. പിന്നെ പോന്ന് വയ്ക്കുന്നതായി CK സ്റ്റോറിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ, ഓയിൽ, പാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. നടന്ന് പോകുന്നത് നമുക്ക് ചിലവ് കൂടും. എന്തായാലും ഇവിടെ എത്തിയ പാടെ തന്നെ ഞങ്ങൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇതും ഇവിടത്തിന് വരെ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ അതിൻ്റെ മണം കേട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ അതാ ചെറിയ റോളാണ്, ഒരാൾക്ക് തിന്ന പാകത്തൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനുള്ളത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ രണ്ടാൾ കഴിച്ചു. മൂപ്പര് പള്ളിയിൽ പോയത് കേട്ടോ. വന്നിട്ട് അത് കഴിച്ചോളൂല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച പാടെ പിന്നെ നമുക്ക് മീൻ റെഡിയാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ വേഗം പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് മീനൊക്കെ ഒന്ന് സെറ്റാക്കി പാത്രത്തിലാക്കി വെക്കാമെന്ന് കരുതി. നല്ല ഫ്രഷ് ബത്തൽ, കുറച്ച് വലിപ്പമുള്ള ബത്തൽ മീൻ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല മീനാണ് തോന്നി. പിന്നെ വേഗം അതൊന്ന് സെപ്പറേറ്റ്, രണ്ടും ഒരേ വലിപ്പമൊക്കെ ആയതുകൊണ്ട് എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും 2 പാത്രത്തിലൊക്കെ ആക്കി പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഉപയോഗിക്കാൻ ഞാൻ മറ്റേ നമ്മുടെ ഒരു ചുവപ്പ് മീനുണ്ടല്ലോ, എന്താ പറയുക, ചെമ്പല്ലി മീൻ ഉണ്ടായിരുന്നേ. അത് ഇതും കണ്ടപ്പോൾ ഇതുവരെ അവൾ കണ്ടിട്ടല്ല. അപ്പോൾ ഞാൻ ചുവന്ന മീൻ വാങ്ങണപ്പോൾ എന്നോട് ചോദിച്ചു അതെന്ത് മീൻ അമ്മച്ചി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ചെമ്പല്ലി മീനാണ്, ഇതൊന്ന് പൊരിച്ചിട്ടുണ്ട് നാളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നീ മസാല തേച്ച് വെക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന്